എവരിവൺ, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പഴയ കാനൺ 550D EOS 550D ക്യാമറയാണ്. ഇത് നമ്മൾ ഫുൾ സ്പെക്ട്രം ക്യാമറയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. എന്താണ് ഫുൾ സ്പെക്ട്രം ക്യാമറ? നമ്മൾ സാധാരണ ഒരു വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന കണക്കാണ്, വയലറ്റ് ടു റെഡ്, ആ ഒരു റേഞ്ചിലുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം വയലറ്റിന് ഇപ്പുറത്തോട്ടുള്ളത് അൾട്രാ വയലറ്റും റെഡിന് അപ്പുറത്തുള്ള ആ ഇൻഫ്രാ റെഡും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ക്യാമറയുടെ സെൻസർ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ DSLRലും നമ്മളൊരു IR ഫിൽറ്റർ വയ്ക്കും. അത് URA ഇൻഫ്രാ റെഡ് ഈ രണ്ട് റേഞ്ചിനെ കട്ട് ചെയ്ത് മാറ്റും. അത് എന്തിനാ കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് വെച്ചാൽ ഇൻഫ്രാ റെഡ് ഫോക്കസ് ചെയ്യുന്ന വേറെ പ്ലെയിനിലാണ്. അപ്പം ഒന്ന് അത് നമ്മളെ ക്യാമറയുടെ സെൻസറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇമേജിൻ്റെ ഷാർപ്നെസ് നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ റെഡ് പോർഷനിലുള്ളത് കുറച്ചൊക്കെ നമ്മൾ ഇമേജിനെ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ക്രിസ്പായിട്ടുള്ള കിട്ടുന്നതിന് തടയും. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യണം, അൾട്രാ വയലറ്റും ഇൻഫ്രാ റെഡും കട്ട് ചെയ്യാനായിട്ട് എല്ലാ DSLRലും ഒരു IR ഫിൽറ്റർ വയ്ക്കും. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് നേരെ ഈ ഫിൽറ്ററിനെ മാറ്റുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ ക്യാമറ വിസിബിൾ ലൈറ്റ് ഇൻഫ്രാ റെഡ് മൊത്തത്തിൽ സെൻസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ക്യാമറേനെ ഇപ്പോൾ ഫുൾ സ്പെക്ട്രം ക്യാമറയിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ 1-2 സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ 570, 720 നാനോമീറ്റർ അതേപോലെ ഉള്ള കുറച്ച് ഫിൽറ്റേഴ്സ് വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വേറെ രീതിയിലുള്ള ഇമേജസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കാഴ്ചയിലൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഇതുവരെ ഒരു ക്യാമറ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു നെറ്റിലൊരു വീഡിയോ കണ്ടു കാനൺ 550D ഓപ്പൺ ചെയ്യുന്നത്. അത് നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇത് 550D ആണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്ക്രൂസ് ഉണ്ട്, അതെല്ലാം അഴിച്ചു മാറ്റും. ഇവിടെ ഒരെണ്ണം ഫ്രണ്ടിൽ, പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത്, ഇത്രയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ബോഡി സെപ്പറേറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻസറിൻ്റെ അവിടെ എത്തും. അതിനുശേഷം നമ്മൾ സെൻസർ പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് സെൻസറിനകത്ത് നിന്ന് IR ഫിൽറ്ററിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ലെയർ ഉണ്ട് ബ്ലൂ കളറിൽ, അത് റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്തതിന് ശേഷം അതേപടി ഇത് റീഅസംബിൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീഅസംബിൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസ് ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു IR ഫിൽറ്ററിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ക്ലിയർ ഫിൽറ്റർ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കിട്ടും. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ത്യയിൽ അത്ര എളുപ്പത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ തൽക്കാലം നമ്മൾ അതില്ലാത്ത രീതിയിൽ ഇതിനെ റീഅസംബിൾ ചെയ്യാൻ പോവുകയാണ്. റീഅസംബിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ലെൻസ് ഇട്ടിട്ട് എത്രത്തോളം ആ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതൊരു ഡു ഇറ്റ് യുവർ സെൽഫ് ഒരു നെറ്റിൽ നിന്നൊരു സൈറ്റ് കണ്ടിട്ട് അതിൽ ഒന്ന് നോക്കിക്കൊണ്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മളൊരു ക്യാമറ അയക്കുക കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. എന്നാലും നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. സക്സസ് ആവുകയില്ല എന്നുള്ള കാര്യം നമുക്ക് പതുക്കെ പറയാനേ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഒരു DSLR ആയിരുന്നു, 550D. എനിക്ക് തോന്നി 2011-12 ആ ടൈമിൽ പർച്ചേസ് ചെയ്ത ഇതായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഒരു മിറർലെസ് ഫിലിം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പതുക്കെ കൊണ്ട് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലോട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും ഇത് നോക്കാം. ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഈ ലൈവ് വീഡിയോസും കുറച്ചൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു ടോൺ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ട്രീനെ ഒരു മരത്തിനെ നമ്മൾ എടുക്കുമ്പോൾ പച്ചയെല്ലാം ചിലപ്പം ചുവപ്പായിട്ട് കാണും. ആ രീതിയിലുള്ള കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഇമേജിങ്. അപ്പോൾ എന്തായാലും നമ്മളിത് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സ്ക്രൂവിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താഴെ നമുക്കൊരു 4-5 സ്ക്രൂ ഉണ്ട്. 1, 2, 3, 4, പിന്നെ ഇവിടെ 2 ഇത് ഇത്രയായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോൾ അതേപോലെ നമ്മൾ എഴുതി വെച്ചിട്ടായിരിക്കും ഒരു പേപ്പറിൽ, ഇതാണെങ്കിൽ ഒരു പേപ്പറിൽ 1, 2, 3 നമ്പർ എഴുതി വെച്ചിട്ടായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. കാരണം റീഅസംബിൾ ചെയ്യുമ്പോൾ പരമാവധി ഒരേ സ്ക്രൂ തന്നെ ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. കേട്ടോ, ആയിക്കോട്ടെ.
ഇപ്പോൾ സ്ക്രൂസ് എല്ലാം നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് കൈയൊന്നും തട്ടാത്ത രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഈ ഒരു ഫുൾ സ്പെക്ട്രം കൺവേർഷൻ ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. പക്ഷെ അത് സോഫാർ നമ്മൾ ഇന്ത്യയിൽ അത്രയും ഒരു പോപ്പുലറൈസ്ഡ് അല്ല. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് ഇന്ത്യയിലോട്ടൊരു ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ടാണ് പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. US കോളാരി വിഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയും പിന്നെ UK അതേ കണക്കൊരു ഇതുണ്ട്. അവരാണ് കൂടുതലായി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അത്ര ഒരു പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കണം ഇവിടെ ചെയ്യുന്നതായിട്ട് അത്ര ഒരു അറിവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സ്വന്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മളൊരു 3 റിമൂവ് ചെയ്തു. അടുത്തൊരു സ്ക്രൂ കുറച്ച് ടൈറ്റാണ്. ഓക്കെ, അത് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 2 3 4 4 റിമൂവ് ചെയ്തു. ഇനി നമുക്കുള്ളത് ഈ സൈഡിലുള്ള ഒരു 2 സ്ക്രൂ ആണ്. അപ്പോൾ ഇത് നമ്മളൊരു 5 6 എന്നുള്ള രീതിയിലായിരിക്കും നമ്പർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫൈനലി ഒന്ന് ഇടുമ്പോഴത്തേനും ഒന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇനി അടുത്ത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് റിമൂവ് ചെയ്യുന്നത് ഈ ക്യാമറയുടെ ബാക്ക് പാനൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സ്ക്രീനുള്ള ഒരു ഏരിയ നമ്മളതിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ഫ്രണ്ട് പാനൽ അങ്ങനെ ആയിരിക്കും പോകുന്നത്. നമ്മളങ്ങനെ സൈഡിലത്തെ 2 റിമൂവ് ചെയ്തു. ഇനി അതിനുശേഷം ഇവർ പറയുന്ന ഈ ഒരു ഏരിയയിൽ ഒരു സ്ക്രൂ 1 2 3 1 2 3 ഇതായിരിക്കും നമ്മളിനി അടുത്ത റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണക്കിന് നമ്മളൊരു നമ്പർ ഇടുന്നുണ്ട്. 7 8 9 എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ 7 നമ്മളൊരു ഫോട്ടോയിൽ തന്നെ വെച്ച് അതേ കണക്ക് തന്നെ നോക്കി റിമൂവ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ റീഅസംബിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി ചിലപ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ചിലത് ഒരു സ്ഥലത്ത് ലൂസ് ഒരു സ്ഥലത്ത് ഹാർഡ്, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ചില സ്ക്രൂവിൻ്റെ സൈസ് ശകലം കുറവാണ്, ചിലതിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ അകത്ത് ഇപ്പോൾ റിമൂവ് ചെയ്ത 2 സ്ക്രൂവിൻ്റെയും സൈസ് ശകലം കുറവായിരുന്നു. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഈ ബാക്ക് പാനൽ ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. Yes. ഓക്കെ, ഇത് ഒരു പീസ് റിമൂവ് ആയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ ഷീറ്റ് മാതിരി ഒരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തെങ്കിലേ അത് മൊത്തത്തിൽ റിമൂവ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ വ്യൂ ഫൈൻഡറിൻ്റെ ഒരു അഡാപ്റ്ററാണ്, അതൊന്ന് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പിടിച്ചപ്പോൾ പതുക്കെ വന്നു. അത് ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഭാഗം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതായി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പയ്യെ കൊണ്ട് ഇങ്ങനെയെല്ലാം റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഒരു ചെറിയൊരു PCB പാനലിലോട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് പയ്യെ നമ്മൾ റിമൂവ് ചെയ്യും. പതുക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള ഒന്നൊന്നായിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആ PCB വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് നമ്മൾ മൊബൈൽ നോക്കി ചെയ്യുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഏരിയാസ് റിമൂവ് ചെയ്യാനുണ്ട്. അതായത് ഒരെണ്ണം ഇതാണ്.
ഇതൊരെണ്ണമായി. ഇനി അടുത്ത് നമുക്ക് ഇതൊരെണ്ണം റിമൂവ് ചെയ്യണം. ഇതൊരെണ്ണം റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്തു. ഇനി അടുത്ത ഇതാണ്. ഇനി ഇവിടെ ഒന്നുണ്ട്. ഇവിടെ ഒന്ന് ഇത് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഇതൊരെണ്ണം ബാക്കിയുണ്ട്. അത് റിമൂവ് ആയിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അറ്റാച്ച്മെൻ്റ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കുള്ളത് കുറച്ചുകൂടെ സ്ക്രൂസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് റിമൂവ് ചെയ്യുന്നുള്ളതാണ്. 10, 11, 12 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നമ്പർ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 2 ആണികളുണ്ട്. 13, 14.
അതായത് നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച്മെൻറ്റിൻ്റെ അടുത്തുള്ള രണ്ടാണ് ഇതും ഇവിടെ. നമുക്കൊരു 3 ഇതിൻ്റെ താഴെയുണ്ട്, ക്യാമറയുടെ ബോട്ടം പോർഷൻ. നമ്മളതും കൂടെ റിമൂവ് ചെയ്യാണ്. ഇതാണ് കുറച്ച് പാടാണ്. ഇനി നമുക്ക് 2 ഇതിൻ്റെ ഫ്രണ്ടിലുള്ളതുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം ആണികളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നൊന്നായിട്ട് ഇതിനെ പതുക്കെ ഓരോരോ ഫ്രണ്ട് പോർഷനും എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ പതുക്കെ നമ്മൾ എടുത്ത് മാറ്റാൻ നോക്കുകയാണ്.
ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പതുക്കെ അത് റിമൂവ് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പോർഷൻ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കേബിൾ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ കുറച്ച് കേബിളിലോട്ട് വരുവാണ്. ഒന്ന് രണ്ട് ഹിഞ്ചിടാണ്. അതെങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്തെന്ന് നോക്കിക്കോട്ടെ. ഏകദേശം എല്ലാ സർക്യൂട്ടും റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. അതായത് ഈ സർക്യൂട്ട് ബോർഡ് നമ്മളൊന്ന് ജസ്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻസറിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ സെൻസറിലോട്ടുള്ളൊരു പിന്നെ സെൻസറിൻ്റെ അടുത്ത് എത്തുക എന്നുള്ള കാര്യമാണ്. എന്നിട്ട് വേണം നമുക്ക് ആ ഫൈനൽ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു 2-3 ചെറിയ ഇതും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്യണം.
നമുക്കിവിടെ ഒരെണ്ണം മാത്രം ഒരു ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അപ്പോൾ അത് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വിട്ടേക്കുവാണ്. ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് ഈ കവർ മാറ്റാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിന് അടുത്ത് ചെയ്യാൻ പോകുന്നത് പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ 5 ആണിയുണ്ട്. അത് റിമൂവ് ചെയ്യേണ്ടി വരും. 5 സ്ക്രൂസ്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു PCBനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഇതിനടിയിലാണ് വരുന്നത്. ഇത് ഷട്ടിലൊന്ന് റേസ് ചെയ്ത് നോക്കിക്കോട്ടെ. ഇത് നമ്മൾ ശകലമൊന്ന് ഇത് പൊക്കി വയ്ക്കുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ റിമൂവ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ PCB റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ആ സെൻസറിന് അടുത്തെത്തും. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് PCB റിമൂവ് ചെയ്യാന്നുള്ള ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ അത് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടെ. അത് ഇതുവരെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏത് ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് ആണെന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ പതുക്കെ അതും കൂടെ എടുത്ത് മാറ്റുന്നതായിരിക്കും. അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഈ ഒരു പർട്ടിക്കുലർ ഒന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ കഴിഞ്ഞു. സോറി, ഇത് ഇത്ര എളുപ്പമായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ PCBയുടെ എല്ലാ അറ്റാച്ച്മെൻറ്റും റിമൂവ് ചെയ്തു. 1 2 3 4 5 6 7 8 9 10 ഇവിടെ 11 12 ഇവിടെ 13. ഇത്രയാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ പയ്യെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിനെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന 5 ആണിയുണ്ട്. അത് റിമൂവ് ചെയ്യണം. 1 2 3 4 ഇവിടെ 1 5. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 20 21 22 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യാൻ പോവുകയാണ്. നമ്മളത് വേറെ പേപ്പറിലൊക്കെ ഇങ്ങനെ എഴുതി ആണി അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. ഓരോ ആണിക്കും വേറെ ഓരോ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനലി നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സപ്പ് ആവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ആണി ഓൾറെഡി എഴുതി വെച്ചെടുത്ത് നമ്മളിതാക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്പർ ചെയ്യുന്നത്. ഇപ്പോൾ 20 21 22 23 24 നമ്മളിതേപോലെ നമ്പർ ചെയ്തിട്ട് ആണി ഇവിടെ ഇങ്ങനെ വെച്ച് പോവാണ്. ഓരോ ആണി പല പല സൈസ് ആയതുകൊണ്ട് നമുക്കതിൽ ആ രീതിയിൽ തന്നെ എടുത്ത് അതാക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 32 ആണിയുണ്ട്. അടുത്ത് നമ്മൾ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ജോലിയിലാണ്.
നമ്മൾ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡിൽ അവസാനത്തെ അണി എടുത്ത് മാറ്റി. നമ്മളിനി സർക്യൂട്ട് ബോർഡ് പതുക്കെ ഒന്ന് ഊരി മാറ്റുവാണ്. സർക്യൂട്ട് ബോർഡിന് ഇനി ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റും കൂടെ ഇവിടെ കാണുന്നുണ്ട്, അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. സർക്യൂട്ട് ബോർഡിലോട്ട് വരുന്ന പവറിൻ്റെ കേബിളാണെന്ന് തോന്നുന്നു, അതുകൂടെ അറ്റാച്ച് ചെയ്യുന്നു ഇപ്പോഴും. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ തൽക്കാലം ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുവാണ്. നമ്മൾ സെൻസറിൻ്റെ വലിയ 2-3 ആണിയുണ്ട്, അത് റിമൂവ് ചെയ്യണം. ഇനി അതിനകത്തോട്ട് വരണം. ഇനിയാണ് മെയിനായിട്ടുള്ള പാർട്ട്. അപ്പോൾ അതിൽ പിന്നെ ഒരു സ്പ്രിംഗ് ലോഡ് സ്ക്രൂ ഉണ്ട്, അത് മാറ്റണം. ഇത് ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ സെൻസർ സെപ്പറേറ്റ് ആയി. അതിനുശേഷം പിന്നെയാണ് നമ്മളുടെ ആ ഒരു IR ഫിൽറ്റർ റിമൂവ് ചെയ്യുന്ന ഇത്. അപ്പോൾ ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സെൻസറിന് മേളിലുള്ളൊരു PCBയും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ സെൻസറിൻ്റെ ആണി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്ക്രൂ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു ആണി, പിന്നെ ഇവിടുത്തെ ഈ ആണി, ഇത്രയാണ് ഇപ്പോൾ ഇനി റിമൂവ് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ ഈ സൈഡിലൊരു ആണിയും കൂടെ പറയുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് പേപ്പറുണ്ട്, അതിനടിയിലൊരു ആണിയുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഷീറ്റുണ്ട്, ഇതിൻ്റെ അടിയിലത്തെ ഈ ആണി, ഇവിടുത്തെ ആണി, ഇവിടുത്തത്, പിന്നെ നമുക്ക് ഈ പോർഷനിലുള്ള ഇത്, പിന്നെ ഇത് ഇത്രയാണ് നമ്മൾ അടുത്ത റിമൂവ് ചെയ്യാൻ പോകുന്നത്. അത് റിമൂവ് ചെയ്യുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് റിമൂവ് ആയിട്ട് വരണം, സെൻസർ നമ്മൾ ഇതാക്കി വരണം. അപ്പോൾ ഈ സെൻസറിൻ്റെ ഇനിയുള്ള പോർഷൻ എന്ന് വെച്ചാൽ ഈ സ്ക്രൂ എല്ലാം ഒരു കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ വരുന്നത് ഒരു ഫോക്കൽ ലെന്തിനെ ബാധിക്കുന്നതായിട്ട് 1-2 ഇത് കണ്ടു. നമ്മളെന്തായാലും ചെയ്യുവാണ്, ഇത് എങ്ങനെ ഫൈനൽ വരുമെന്ന് നോക്കാം.
നമ്മളൊരു ആണി റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ പോർഷനിലൊരു ആണിയുണ്ട്. എനിക്കൊന്ന് ഈ ആണിയെല്ലാം വേറെ ഈ ടിപ്പ് വേണ്ടി വരും, ഇത് പിടിക്കുന്നില്ല. നമ്മൾ സെൻസർ റിമൂവ് ചെയ്യുന്ന സമയത്ത് സെൻസർ നമ്മൾ പരമാവധി ഒരു എയർ ടൈറ്റ് ഫിൽറ്ററിൽ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ബാഗിലോട്ട് മാറ്റാൻ നോക്കണം. കാരണം എന്തെങ്കിലും ഒരു പൊടി വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഊരി ഒന്നേ നമ്മൾ വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സെൻസർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞില്ല എന്താ ചെയ്യുന്നത്. റീഅസംബിൾ ചെയ്യുന്ന നല്ലൊരു ജോലി തന്നെ ആയിരിക്കും. നമ്മളിതിൻ്റെ അടിയിലൊരു സ്പ്രിങ് ഇവിടെ ഒരാണിയും കൂടെ ഉണ്ട്. അതൊരു ബ്ലാക്ക് കളറിലൊരു പ്ലാസ്റ്റിക് ഒരു ഇതുണ്ട്, അതിൻ്റെ അടിയിലാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്ന് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് വേണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരാണി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഏരിയയിലുണ്ട്, അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ സെൻസറിൻ്റെ ലാസ്റ്റ് ആണിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ സെൻസർ ഏകദേശം റിമൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻസർ റിമൂവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചെറിയൊരു ഇതാണ്. അതായത്
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. സെൻസർ ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു സ്പ്രിങ് ഇതുണ്ട്. അല്ലെങ്കിൽ പതുക്കെ സെൻസറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഈ സെൻസർ വച്ചേക്കുന്ന ഈ ഒരു പോർഷനിൽ ഇവിടെ ചെറിയൊരു സെൻസർ മൗണ്ട് ചെയ്തേക്കുന്ന ഒരു പോർഷനുണ്ട്. അവിടെ ഒരു ചെറിയ ഒരു പറയുന്നത് അതിനകത്തൊരു നോക്കിക്കോട്ടെ. പിന്നെ 3 ചെറിയ ആണിയുണ്ട്. ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര വിട്ട് തിരിച്ചെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി വെക്കണം. 1, 2, 3 അതാണ് അവർ എഴുതിയേക്കുന്നത്. കാരണം അതാണ് ആ സെൻസറിനോട് പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഇത് തിരിച്ചു വയ്ക്കുന്ന സമയത്ത് അത്രയും തന്നെ തിരികെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. കാരണം ആ സെൻസറിൻ്റെ ഫോക്കൽ ലെന്ത് പോയിരിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അപ്പോൾ ഏതാണിയെന്ന് നോക്കിയിട്ട്
ഇതാണ് അവർ പറഞ്ഞത്. നമ്മൾ ഈ ഒരു സെൻസറിൻ്റെ ഇവിടെ ഉള്ള മൂന്നാണിയുണ്ട്. അപ്പോൾ ഈ മൂന്നാണിയും നമ്മൾ റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കിയിട്ട് ഉള്ള രീതിയിലാണ്. എന്തായാലും നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പതുക്കെ സെൻസർ ഒന്ന് പൊക്കി വലിയ വലുതും നോക്കിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് അറ്റാച്ച്മെൻറ്റ് സ്ട്രോങ് ആണ്. ഒന്ന് അതും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സെൻസർ നമ്മൾ വെളിയിൽ വരുവാണ്. ഇപ്പം ഇവിടെ ഒരു ശകലം ഇതിനൊരു പിടുത്തം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യാൻ പാട്. ഒന്ന് നോക്കിക്കോട്ടെ, അത് റബ്ബർ മാതിരി എന്തോ ആ ഒരു കറുത്ത പോർഷൻ അതൊട്ട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് റിമൂവ് ഇച്ചിരി പ്രയാസമുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇല്ലെങ്കിൽ അതിങ്ങനെ ഊരി വരേണ്ടതായിരുന്നു.
നമ്മൾ സെൻസർ ഏകദേശം മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്തിട്ടില്ല. അത് ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. നമുക്ക് സെൻസറിൻ്റെ മേലെ 3 ആണിയുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യും. സെൻസർ ഏകദേശം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1, 2, 3 എന്നുള്ള 3 ആണിയുണ്ട്. നമ്മളിനി അതായിരിക്കും റിമൂവ് ചെയ്യാൻ പോകുന്നത്. സെൻസറിന് മുകളിലുള്ള 3 ആണി. ഇതാണ് നമ്മുടെ സെൻസർ. നമ്മൾ ഏകദേശം ഈ പ്രൊസീജിയറിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിനി ആ സെൻസറിൻ്റെ ചെറിയൊരു ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണ്. ഇതിൽ 2 ഫിൽറ്ററാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളത്. ഇതിന് മുകളിൽ ഒരെണ്ണം ഒരു ഡസ്റ്റ് ഫിൽറ്ററും, അതൊന്ന് എങ്ങനെയാണെന്നൊന്ന് റിമൂവ് ചെയ്ത് നോക്കിക്കോട്ടെ. നമ്മൾ IR ഫിൽറ്റർ പൊട്ടിയിട്ടുണ്ട്. അത് വളരെ കട്ടി കുറഞ്ഞൊരു ഫിൽറ്ററാണ്. അത് സാധാരണ അങ്ങനെ തന്നെയാണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിൽ കണ്ടിട്ടുള്ളത്.
സിൽവർ ബ്രാക്കറ്റ് ഉണ്ട്. അത് റിമൂവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ ഫിൽറ്ററും ഇതും മാറേണ്ടതാണ്. നമ്മളിതിൻ്റെ ബാക്കിൽ ഒരു 3 ആണി കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്താൽ ഇത് സെപ്പറേറ്റ് ആവും. അല്ലാതെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബ്രാക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിൽറ്ററുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മൾ ഇത് അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ 2 ഫിൽറ്റർ കാണാൻ പറ്റുന്നുണ്ട്.
ഏറ്റവും മേളത്തത് ഒരു ഗ്ലാസ് ഫിൽറ്ററാണ്. ഇത് രണ്ടും ആക്ച്വലി ഗ്ലൂ ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് പതുക്കെ റിമൂവ് ആയിട്ടുണ്ട്. മേളത്തെ ഗ്ലാസ് ഉണ്ട്. ഇതാണ് നമ്മൾ ഡസ്റ്റും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ നമ്മളെ പൊടി വരുന്നതിന് ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് വൈബ്രേറ്റ് ചെയ്ത് കളയുന്ന സാധനം. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഇനി അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ മേളിലുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഈ ഒരു പോർഷൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ പതുക്കെ ഇതിനെ അങ്ങ് മാറ്റുകയാണ്. ഇതാണ് നമ്മൾ സെൻസർ നമ്മൾ പെട്ടെന്ന് കവറിലോട്ടാണ് വയ്ക്കുകയാണ്. ഇപ്പോൾ സെൻസർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇതാണ് നമ്മൾ ആ ഒരു IR ഫിൽറ്റർ. നമ്മളത് മാറ്റുക എന്നുള്ളൊരു പരിപാടിയാണ് ഇനി അടുത്ത് ചെയ്യുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഗ്ലൂ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം ഇത് നമ്മൾ പതുക്കെ റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാനേ പറ്റത്തുള്ളൂ. അത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ലെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്കിതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്റർ ഇവിടെ വച്ചിട്ട് നമുക്ക് അതിൽ ചെറിയൊരു ഗ്ലൂ ഇടാം. ഇതിലിപ്പോൾ ഗ്ലൂ ചെയ്തേക്കുന്ന മാറ്റി. പക്ഷെ നമുക്കിപ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് തിരിച്ചത് കണക്കിന് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ കൊണ്ട് തിരിച്ചിത് വയ്ക്കാൻ പോവാണ്. നമുക്കിവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയത് നമ്മളുടെ ഒരു ഫിൽറ്റർ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇടാൻ പറ്റില്ല. അതായിരുന്നു ആ ഡസ്റ്റ് കീപ്പ് ചെയ്യുന്ന സാധനം. അപ്പോൾ എന്തായാലും നമ്മളിത് തിരിച്ചതിനൊക്കെ ഒന്ന് വയ്ക്കുകയാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അബ്സല്യൂട്ട്ലി ഇതിൻ്റെ മേലിൽ വേറെ പ്രൊട്ടക്ഷനൊന്നും ഇല്ല. നമുക്കിത് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ റീഅസംബ്ലിയാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്.
സെൻസറാണ്. നമ്മുടെ ഡസ്റ്റിൻ്റെ സെൻസർ ആക്ച്വലി പൊട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ തിരിച്ച് വെച്ചിട്ട് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ചില വീഡിയോസിൽ ഇത് റിമൂവ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, നമ്മൾ UV ഫിൽറ്ററിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധാരണ ഒരു ഫിൽറ്ററിൻ്റെ ഗ്ലാസ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അതിലോട്ട് ഗ്ലൂ ചെയ്തിട്ട് വയ്ക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം ഈ ഒരു പൊട്ടിയ പീസ് നമ്മൾ മാറ്റും. അതിനുശേഷം നമുക്ക് നോർമലി ഉള്ളൊരു ഗ്ലാസ് പീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്കിനി ഒരു റീഅസംബ്ലിങ് കാര്യങ്ങളെല്ലാം ഇനി സെക്കൻഡ് വീഡിയോയിൽ പോകാം. ഈ ഒരു ഫിൽറ്ററാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇത്രയാണ്. IR ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു IR ഫിൽറ്റർ. അപ്പോൾ ഈ ഒരു IR ഫിൽറ്റർ മാറ്റി നമ്മൾ അതിൻ്റെ മേളിലുള്ളൊരു അല്ലാതെ ഒരു ഗ്ലാസ് ഫിൽറ്റർ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ഇതെല്ലാം തിരിച്ചറിയാനൊക്കെ തന്നെ വെച്ചിട്ട് ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിൽറ്ററിന് പകരം നമ്മൾ സാധാരണ ക്യാമറ കവറിൽ വരുന്ന ഏതെങ്കിലും ഒരു അൾട്രാവയലറ്റ് പ്രൊട്ടക്ടറോ അല്ലെങ്കിൽ നോർമൽ പ്രൊട്ടക്ടറിൻ്റെ ഒരു ക്ലീൻ ആയിട്ടുള്ള സാധനം നമ്മൾ ഈ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ വയ്ക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. കാരണം നമുക്ക് സെൻസർ ഓപ്പൺ ആയിട്ട് വിടാൻ പറ്റില്ല. സെൻസറിൽ പൊടി വീഴാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനം ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ മാറ്റിയതിൻ്റെ സ്ഥിതിക്ക് നമ്മൾ ഇതിന് പകരം ഇപ്പോൾ ഒരു അൾട്രാവയലറ്റ് ഫിൽറ്റർ അതേ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാൻ നോക്കും. കട്ട് ചെയ്തിട്ട് നമ്മളത് ഇവിടെ വച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ചിതിൻ്റെ റീഅസംബ്ലിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നോക്കാം എത്രത്തോളം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളിൽ ഇനിയുള്ള വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ IR ഫിൽറ്റർ റിമൂവ് ചെയ്തു. ഇതായിരുന്നു സംഭവം, ഈ ബ്ലൂ കളർ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ റീഅസംബ്ലി വീഡിയോ. Okay, thank you.